ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റിലെ 5ാമത്തെ ചാപ്റ്ററാണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ മെയിനായിട്ട് ബിസിനസ്സിൽ ഏതൊക്കെ ടൈപ്പ് ബിസിനസ് ഉണ്ട്, അതായത് അതിൻ്റെ ഓണർഷിപ്പിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിൽ ഏതൊക്കെ ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫോം വരുന്നത് സോൾ ട്രേഡർ ഓർഗനൈസേഷൻ ഓർ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു സിംഗിൾ ആൾ അയാൾ തന്നെ ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അയാൾ തന്നെ ബിസിനസ് മാനേജ് ചെയ്ത് അതിൻ്റെ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അയാൾ തന്നെ എടുക്കുന്ന ആ ഒരു ബിസിനസ് സമ്പ്രദായത്തെയാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയാം. അതായത് ഓൾഡസ്റ്റ് ഫോമാണ്. ഇറ്റ് ഈസ് ഓൺഡ്, ഫിനാൻസ്ഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ. അതായത് അതിൻ്റെ ഉടമസ്ഥാവകാശം, അത് ഇൻവെസ്റ്റ് ചെയ്തത്, പൈസ ഇറക്കിയത്, ഇനി അത് മാനേജ് ചെയ്യുന്നതെല്ലാം ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും. അത് നമ്മൾ ലോക്കലി നമ്മളെ ചുറ്റുവട്ടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ ഷോപ്പുകൾ, കടകളൊക്കെ എന്ത് ചെയ്യും, സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഒരു സിംഗിൾ പേഴ്സൺ തന്നെ അയാളെ ഓണർഷിപ്പിൽ അയാൾ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലാഭമാണെങ്കിലും അയാൾ എടുക്കാം, നഷ്ടമാണെങ്കിലും അയാൾ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്: ഓൺലി വൺ പേഴ്സൺ ഇൻവെസ്റ്റ് ക്യാപിറ്റൽ. അതായത് ആ ബിസിനസ്സിലേക്ക് മൂലധനം, പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരേ ഒരാൾ മാത്രമായിരിക്കും. പിന്നെ അൺലിമിറ്റഡ് ലാബിലിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്താണ് അൺലിമിറ്റഡ് ലാബിലിറ്റി? ഇപ്പോൾ ആ ബിസിനസ്സിന് എന്തെങ്കിലും കടങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അയാളെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അതായത് അയാളെ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്തിട്ട് കൂടെ എന്ത് ചെയ്യും, ആ ഒരു കടം അല്ലെങ്കിൽ ആ ഒരു ലാബിലിറ്റി നമ്മൾ വീട്ടേണ്ടി വരും. അതിനെയാണ് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയാം. അതായത് ഇപ്പോൾ ബിസിനസ് എന്തെങ്കിലും കാരണം കൊണ്ട് പരാജയപ്പെട്ട അയാൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത വന്നു കഴിഞ്ഞാൽ ആ സാമ്പത്തിക ബാധ്യത അയാളെ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്തിട്ട് കൂടെ എന്ത് ചെയ്യും, ആ സാമ്പത്തിക ബാധ്യത അയാൾ തീർക്കേണ്ടി വരും. ഇതിനെയാണ് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയാം. പിന്നെ നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ കേസിൽ എന്ത് ചെയ്യും, അതായത് ഓണർ തന്നെയാണ് ബിസിനസ് തന്നെയാണ് ഓണർ. അതായത് അവിടെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒന്നുമില്ല. അതായത് ഓണർ തന്നെയാണ് ബിസിനസ് മാനേജ് ചെയ്യുന്നത്, ആ ബിസിനസ്സിൻ്റെ ലീഗൽ എൻറ്റിറ്റിയും ഓണർ തന്നെയാണ്. പിന്നെ ഫുൾ കൺട്രോൾ നമുക്കറിയാൻ പറ്റും. ഒരാൾ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അയാളാണ് മാനേജ് ചെയ്യുന്നത്, ലാഭം അയാൾ എടുക്കുന്നത്, നഷ്ടം അയാളാണ് എടുക്കുന്നത്. അയാൾക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തെങ്കിലും വേറൊരാളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുൾ കൺട്രോൾ അയാളെ കയ്യിൽ തന്നെ ഉണ്ടാവും. ആ ബിസിനസ് ഇനി എക്സ്പാൻഡ് ചെയ്യണോ, ഇനി മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, ഇതുപോലത്തെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അയാൾക്ക് തന്നെയാണ് ഫുൾ കൺട്രോൾ ഉണ്ടാവുക. അത് വേറെ ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യം ഈ ഒരു ബിസിനസ് ഫോമിൽ ഉണ്ടാവില്ല. ഇനി സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് മെറിറ്റ്സ് എന്താണ്? ഈസി ഫോർമേഷൻ. അതായത് പെട്ടെന്ന് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഫോർമേഷൻ വളരെ ഈസിയാണ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ലീഗൽ രജിസ്ട്രേഷന് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടില്ല. എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ലൈസൻസ്, ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അയാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ മെറിറ്റ്സ് ഡയറക്റ്റ് മോട്ടിവേഷൻ. അതായത് ആ ബിസിനസ്സിൽ അയാൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാൾക്ക് തന്നെ ലാഭം കംപ്ലീറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്കതൊരു മോട്ടിവേഷനാണ്. കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാനും ബിസിനസ് ഒന്നും കൂടെ നന്നാക്കാനൊക്കെ എന്ത് ചെയ്യും, അയാൾക്ക് എപ്പോഴും മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. പിന്നെ സീക്രസി. അതായത് ഇപ്പോൾ ഈ ഹോട്ടൽ അല്ലെങ്കിൽ മറ്റേ ഫുഡ് റിലേറ്റഡ് ബിസിനസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, അവിടെ എന്ത് ചെയ്യും, അവരെ ആ റെസിപ്പിയൊക്കെ സീക്രട്ട് ആയിരിക്കും. അപ്പോൾ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ എന്ത് ചെയ്യും, അയാളെ ആ ഒരു ബിസിനസ് രഹസ്യങ്ങൾ എപ്പോഴും സീക്രട്ട് ആയിരിക്കും. അയാളെത്ര ലാഭം ഉണ്ടാക്കി, നഷ്ടം ഉണ്ടാക്കി, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഉള്ളത്തെ മറ്റു രഹസ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എപ്പോഴും സീക്രട്ട് ആയിട്ട് നിൽക്കും. കാരണം ആ ഒരാൾക്ക് മാത്രമേ അത് അറിയുന്നുണ്ടാവുള്ളൂ. പിന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കിങ്. നമുക്കറിയാം, ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യും, ബിസിനസ്സിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഒരു കമ്പനി ആണെങ്കിൽ ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ട് അതിൽ ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയിട്ടൊക്കെയാണ് ഒരു കമ്പനി ഫോം ആകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ ഇത് ഒരാൾ മാത്രം മാനേജ് ചെയ്യുന്ന, ഒരാൾ മാത്രം ഓണർഷിപ്പിലുള്ള ഒരു ബിസിനസ്സിൽ അയാൾക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇനി സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ എന്നുള്ളത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അതായത് ഒരാൾ മാത്രമാണ് അവിടെ ഉള്ളത്, അയാൾ മാത്രം എന്ത് ചെയ്യും, അയാൾ ഫണ്ട് റൈസ് ചെയ്യാനും അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാനും ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക്, ഒരു സിംഗിൾ പേഴ്സൺ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. പിന്നെ അൺലിമിറ്റഡ് ലാബിലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ബിസിനസ് നടത്തിയിട്ട് ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം അയാളെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നും കൂടെ അയാൾ എടുത്തിട്ട് ആ നഷ്ടം അയാൾ കൊടുക്കേണ്ടി വരും. അതിനെയാണ് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയുക.
പിന്നെ ലിമിറ്റഡ് സ്കില്ല് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു സിംഗിൾ പേഴ്സൺ മാത്രമാണ് ഈ ബിസിനസ്സിന് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരാൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കാര്യത്തിലും, ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ഫൈനാൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സപ്ലൈ ചെയിൻ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉള്ളതാണ് ഒരു ബിസിനസ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു സിംഗിൾ ആൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും കുറച്ച് ഏരിയയിൽ മാത്രമേ അയാൾക്ക് സ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്കില്ലാണ്, ഒരാൾ മാത്രം ആ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്കില്ല് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. നമുക്കറിയാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നോർമലി ഓണർ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ബിസിനസ് ഡിസ്കണ്ടിന്യൂ ആവും, അതായത് ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഒരു കമ്പനി ഫോമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഓണർ അയാൾ റിസൈൻ ചെയ്യുക, അയാൾ പോവുക, അല്ലെങ്കിൽ അയാൾ മരിക്കുക, എന്ത് ചെയ്താലും എന്ത് ചെയ്യും, ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഇപ്പോൾ ആ ഒരു ഓണർ മരിച്ചു, അല്ലെങ്കിൽ ആ ഓണർക്ക് സുഖമില്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, ആ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ആവാനുള്ള ചാൻസ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ കൂടുതലാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കുറേ എക്സാമ്പിൾ നമ്മളെ ലോക്കൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഹെയർ സലൂണ് ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു ലോക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ഹെയർ സലൂണ്, ഇതൊക്കെ എന്തായും ഒരു ഗ്രോസറി സ്റ്റോർക്ക് അതിൻ്റെ എക്സാമ്പിളാണ്. അതായത് എന്ത് ചെയ്യും, ആ ഒരു ഓണർക്ക് തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ടൈമിംഗ് തീരുമാനിക്കാം, അയാൾക്ക് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ലാഭം എടുക്കാം. പക്ഷെ എന്ത് ചെയ്യും, ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അൺലിമിറ്റഡ് ലാബിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇപ്പോൾ ബിസിനസ് നടത്തിയിട്ട് അയാൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഈ നഷ്ടം അയാളെ പേഴ്സണൽ ലാബിലിറ്റിയും കൂടെ എടുത്തിട്ട് അയാൾ കൊടുക്കേണ്ടി വരും. ഇതാണ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഒരു ലിമിറ്റേഷനും കൂടെയാണത്. ഇനി നമുക്ക് അടുത്ത ഫോമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞത് എന്തെങ്കിലും സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്. അതായത് ഒരാൾ തന്നെ ബിസിനസ് മാനേജ് ചെയ്ത് റൺ ചെയ്ത് അതിൻ്റെ ലാഭവും നഷ്ടം അയാൾ തന്നെ എടുക്കുന്നതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഇനി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ, നമ്മൾ പാർട്ട്നേഴ്സായിട്ട് ബിസിനസ് തുടങ്ങുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് പാർട്ട്ണർഷിപ്പ്. അതായത് രണ്ടോ അതിൽ കൂടുതൽ, 2 ആൾ അല്ലെങ്കിൽ മാക്സിമം 50 ആൾ വരെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടാകാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരോ അല്ലെങ്കിൽ മാക്സിമം 50 വരെ ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബിസിനസ് ഫോം ചെയ്യുന്നതിനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. അതായത് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരാളെ സ്കില്ല്, ഒരാളെ മണി, ഒരാളെ തിങ്കിങ്, ഒരാളെ ബ്രെയിന് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ മാർക്കറ്റിങ്ങിൽ എക്സ്പേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു പാർട്ട്ണർ ഫൈനാൻസിൽ എക്സ്പേർട്ട് ആയിരിക്കും, ഇപ്പോൾ മറ്റൊരു പാർട്ട്ണർ പ്രൊഡക്ഷനിൽ എക്സ്പേർട്ട് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് ഫേം നമുക്ക് ഫോം ചെയ്യുന്നതോട് കൂടെ തന്നെ എന്ത് ചെയ്യും, ഓരോ ഏരിയയിലും ചിലപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആകുമ്പോൾ ഒരാൾക്ക് മാക്സിമം എത്ര ചെറിയ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബിസിനസ് ക്യാപിറ്റലായിട്ട്. എന്നാലൊരു 50 ആളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 40-50 ആൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വലിയൊരു എമൗണ്ട് ആയിരിക്കും. അതായത് കുറച്ചും കൂടെ വലിയ ലാർജ് സ്കെയിൽ നമുക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫോമാണ് പാർട്ട്ണർഷിപ്പ്. ഗവേൺഡ് ബൈ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. അതായത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 വഴിയാണ് പാർട്ട്ണർഷിപ്പ് ഫേമുകൾ ഗവേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യും, മെമ്പർഷിപ്പ് മിനിമം 2 ആൾ വേണം, മാക്സിമം 50 ആൾ വരെ. അതാണ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ മെമ്പർഷിപ്പ് ലിമിറ്റേഷൻസ്, മെമ്പർഷിപ്പ് പരിധി. പിന്നെ എന്ത് ചെയ്യും, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ എപ്പോഴും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, അത് റിട്ടേൺ ആയിരിക്കും, ഒന്നെങ്കിൽ അത് എഴുതി വെച്ച എഗ്രിമെൻ്റ് ആയിരിക്കും. അതായത് ഇന്ന ആളുകൾക്ക് ചേർന്ന് ഇന്ന ബിസിനസ് തുടങ്ങണം, അപ്പം ഇതിൽ ലാഭം വന്നാൽ ഏതൊക്കെ റേഷ്യോയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, നഷ്ടം എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യും, ആ ബിസിനസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ലാഭം നഷ്ടം എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യും, ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യും, അൺലിമിറ്റഡ് ലാബിലിറ്റി. അതായത് നോർമൽ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ അപ്പോഴും അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ്. ഇപ്പോൾ ഒരുപാട് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ബിസിനസ് ചെയ്ത് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു ലാബിലിറ്റി, ഒരു ബാധ്യത വന്നു കഴിഞ്ഞാൽ ആദ്യം ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് എന്ത് ചെയ്യും, ആ ബാധ്യത തീർക്കേണ്ടി വരും. എന്നിട്ടും ബാധ്യത തീരുന്നില്ലെങ്കിൽ ആ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടെ എടുത്തുകൊണ്ട് ആ ഒരു ബാധ്യത തീർക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയാം. ഇതെന്ത് ചെയ്യും, ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ്. അതായത് പാർട്ട്നേഴ്സിൻ്റെ, ഒരു ബിസിനസ്സിൽ തന്നെ എല്ലാ പാർട്ട്നേഴ്സും ഒരേപോലെയുള്ള പാർട്ട്നേഴ്സ് അല്ല. അതായത് ആ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സിനെ നമ്മൾ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആക്റ്റീവ് പാർട്ട്ണറാണ്. ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അയാൾ പൈസ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അയാൾ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും ഡേ ടു ഡേ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും അയാൾ ബിസിനസ്സിൽ ഇൻവോൾവ് ആവുന്നുണ്ട്.
ഇതുപോലത്തെ പാർട്ട്നേഴ്സിനാണ് ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇനി സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഡോർമെൻറ്റ് പാർട്ട്നേഴ്സ് എന്ന് പറയും. അത് ചില പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണ്, പക്ഷേ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഓരോ കാര്യങ്ങൾ നോക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതുപോലത്തെ പാർട്ട്നേഴ്സിനാണ് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഡോർമെൻറ്റ് പാർട്ട്നേഴ്സ് എന്ന് പറയും. അതായത് അവർ ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്യും, അവർ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റി മാനേജ് ചെയ്യാൻ അവർ ഈ ഡോർമെൻറ്റ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ഉണ്ടാവില്ല. അതായത് ഇനി അടുത്ത് നോമിനൽ പാർട്ട്നേഴ്സ്. നോമിനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ചില സെലിബ്രിറ്റികളൊക്കെ എന്ത് ചെയ്യും, ചില ബിസിനസ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും നമുക്ക്. ഇപ്പോൾ സിനിമാ നടന്മാർ, മറ്റ് സെലിബ്രിറ്റികളൊക്കെ എന്ത് ചെയ്യും, ഈ ഓരോ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അവർ നമുക്ക് നോമിനൽ പാർട്ട്നേഴ്സ് എന്ന് പറയാം. അതായത് അവർ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സിനിമാ നടന്മാർ, മറ്റ് സെലിബ്രിറ്റികളൊക്കെ ആയിരിക്കും. അവർ ബിസിനസ്സിന് എന്ത് ചെയ്യും, അവർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യും, ഒരു പബ്ലിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിന് കൂടുതൽ മാർക്കറ്റിങ്ങിനും ബിസിനസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരു പബ്ലിസിറ്റി അവർ യൂസ് ചെയ്യും. പിന്നെ പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ. അത് പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ അവർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യും, അവർ ബിസിനസ്സിൻ്റെ കാര്യത്തിന് ഇൻവോൾവ് ആയിട്ട് എന്ത് ചെയ്യും, പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു പാർട്ട്നേഴ്സിൻ്റെ പോലെ ആക്ട് ചെയ്യും. അതായത് അവർ ഡയറക്റ്റായിട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരെന്ത് ചെയ്യും, ആ ഒരു കാര്യത്തിൽ അത് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ അവർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ പോലെ എന്തായിരിക്കും അവർ ബിഹേവ് ചെയ്യുക. ഇവരെന്താണ്, ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഒരു ലാബിലിറ്റി ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പലും ബിസിനസ്സിന് ലാബിളാണ്. ആ ഒരു ലാബിലിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ഡെപ്റ്റിന് അവരും ലാബിളായിരിക്കും. ഇനി എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കാം. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ പ്രിപ്പയർ ചെയ്യുന്ന എഗ്രിമെൻറ്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. അതായത് ഇന്ന ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഇന്ന രീതിയിൽ ലാഭവും നഷ്ടവും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ആൾക്കാർ ഒരു ബിസിനസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒഫീഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നോർമൽ എന്തൊക്കെ ഉണ്ടാവുക? ഒന്ന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ലാഭം ഓരോ പാർട്ട്നേഴ്സും ഏതൊക്കെ രീതിയിലാണ് ഷെയർ ചെയ്യുക, അതാണ് ആദ്യമായിട്ടുണ്ടാവുക. പിന്നെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്, ഓരോരുത്തരും എത്ര എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ സാലറി ഓർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് ഇപ്പോൾ ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്രയാണ് സാലറി, അയാളെ മന്ത്ലി സാലറി എത്രയാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓരോരുത്തർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്. പിന്നെ റൂൾ ഫോർ അഡ്മിഷൻ ന്യൂ പാർട്ട്ണർ, അതായത് ഒരു പുതിയ പാർട്ട്ണർ ഇനി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റൂള്, ചിലപ്പോൾ എന്തായിരിക്കും ഓരോരുത്തർ എഗ്രി ചെയ്യണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ പാർട്ട്ണറും കൂടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യാൻ എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് ഫ്യൂച്ചറിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എടുത്ത് നോക്കിയാൽ മതി. കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഓരോ കേസിലും ഇപ്പോൾ പ്രോഫിറ്റ് ലാഭം ഷെയർ എന്ന കേസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോരുത്തർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തെന്നായിക്കോട്ടെ, എങ്ങനെ ഓരോരുത്തരുടെ സാലറി എത്രയെന്നായിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യും ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ട് ഓരോരുത്തർ എന്ത് ചെയ്യും ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീഗലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പാർട്ട്ണർഷിപ്പ് ഡീഡാണ് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ റെഫർ ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു ഫോമിലേക്ക് നോക്കാം. അടുത്ത ഫോം എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഫേം. അതായത് ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലാണത്. ജോയിൻറ്റ് അൺഡിവൈഡഡ് ഫാമിലി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതായത് ഇതിലെന്ത് ചെയ്യും ഒരു ഹിന്ദു ഫാമിലി ഓൺ ചെയ്യുന്ന ബിസിനസ് ആയിരിക്കും അത്. അപ്പോൾ അതിലെന്ത് ചെയ്യും അതിൽ ഏറ്റവും ഓൾഡായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ലീഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ കർത്ത എന്ന് പറയാം. അതായത് ആ ബിസിനസ് മാനേജ് ചെയ്യുന്ന എൽഡസ്റ്റ് ആയിട്ടുള്ള മെമ്പറാണ് കർത്ത. ഹി ഹാസ് അൺലിമിറ്റഡ് ലാബിലിറ്റി, അതായത് കർത്ത എന്നുള്ള ആ ഒരു പൊസിഷൻ എന്ത് ചെയ്യും അൺലിമിറ്റഡ് ലാബിലിറ്റിയാണുള്ളത്. അതായത് അയാൾ അൺലിമിറ്റഡ് ലാബിലിറ്റി പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ബിസിനസ്സിനൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ, ബിസിനസ്സിനൊരു ബാധ്യത വന്നു കഴിഞ്ഞാൽ അയാളെ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നും കൂടെ എന്ത് ചെയ്യും എടുത്തിട്ട് ആ ഒരു ലാബിലിറ്റി സെറ്റിൽ ചെയ്യേണ്ടി വരും. അതിനെയാണ് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ കർത്ത എന്നുള്ളത് എന്താണ് അയാളെ ലാബിലി അൺലിമിറ്റഡ് ആണ്. ഇനി കോപാർസനേഴ്സ്, അതായത് ആ ഫാമിലിയിൽ മറ്റ് മെമ്പേഴ്സിനാണ് കോപാർസനേഴ്സ് എന്ന് പറയാം. അതായത് അയാളുടെ ലാബിലിറ്റി, ഈ കോപാർസനേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ലാബിലിറ്റിയാണ്.
അപ്പോൾ ഇതാണ് അടുത്തൊരു ഫോം ഓഫ് ബിസിനസ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഫേം അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇനി നമുക്ക് അടുത്തൊരു ഫോം നോക്കാം, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ആ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് നമ്മൾ അത് എപ്പോഴും പാർട്ട്ണർഷിപ്പ് ഫേം തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യും, ആ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അതായത് ആ ബിസിനസ്സിന് എന്തെങ്കിലും ബാധ്യത വന്നു കഴിഞ്ഞ് നഷ്ടത്തിലേക്ക് പോയി എന്തെങ്കിലും ബാധ്യത വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ എത്ര എമൗണ്ട് ആണോ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ എമൗണ്ട് മാത്രമേ അവർക്ക് നഷ്ടം വരുള്ളൂ. അവരെ പേഴ്സണൽ പ്രോപ്പർട്ടിനെ ഈ ലിമിറ്റഡ് ലയബിലിറ്റി ഫേം എഫക്റ്റ് ചെയ്യൂല. എന്നാൽ നോർമൽ പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഈ സെയിം കേസ് ഒരു ബിസിനസ് നഷ്ടത്തിൽ പോയി എന്തെങ്കിലും ബാധ്യത വന്നു കഴിഞ്ഞാൽ അവർ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യും, ആ ബിസിനസ്സിൻ്റെ ബാധ്യത കടങ്ങൾ സെറ്റിൽ ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യും, അവർക്കൊന്നും കൂടെ ഫ്ലെക്സിബിൾ ആണ്. കാരണം ബിസിനസ്സിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ മാക്സിമം അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ മാത്രമേ നഷ്ടം വരുള്ളൂ. അതിൽ കൂടുതൽ, അതായത് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിനെ ആ ബിസിനസ്സിൻ്റെ നഷ്ടം ഒരിക്കലും ബാധിക്കില്ല. ഇതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഇനി കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ, അതായത് കമ്പനി എന്നുള്ളൊരു ബിസിനസ് ഫോം ഉണ്ട്. എന്താണ് കമ്പനി എന്നുള്ള ബിസിനസ് ഫോം? കമ്പനി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഫോമിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബിസിനസ് ഫോമാണ് ഒരു കമ്പനി. കമ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ പോലെയാണ്. അതായത് നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ കമ്പനി സെപ്പറേറ്റ് ആണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, നമ്മൾ സെപ്പറേറ്റ് ആണ്, ഓണേഴ്സ് സെപ്പറേറ്റ് ആണ്. ആ രീതിയിലാണ് ഒരു നിയമത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ കമ്പനി എന്നുള്ളതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണത്. കമ്പനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യും, സീലുണ്ടാവും, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, കോമൺ സീല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റത്തെ കാര്യം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അതായത് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യും, അതിൻ്റെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ പേരിൽ കമ്പനീൻ്റെ പേരിൽ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കമ്പനീൻ്റെ പേരിൽ തന്നെ എന്ത് ചെയ്യും, മറ്റ് എഗ്രിമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കമ്പനീനെ എപ്പോഴും ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. അതായത് ഓണേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഓണേഴ്സ് ആ കമ്പനി ഫോർമുലേറ്റ് ചെയ്ത ആൾക്കാർ, പക്ഷേ കമ്പനി എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയും കൂടെയാണ്. അതായത് ലീഗലായിട്ട് ഒരു പേഴ്സണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു കമ്പനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പെർപെച്വൽ സക്സഷൻ, അതൊരു കമ്പനി ആകുമ്പോൾ എന്ത് ചെയ്യും, അത് ഒരുപാട് കാലം നിലനിൽക്കാൻ ചാൻസ് ഉണ്ട്. മറ്റ് ബിസിനസ് ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി എന്നുള്ള ഫോം ഒരുപാട് കാലം നിലനിൽക്കും, പക്ഷെ ചിലപ്പോൾ ഓണേഴ്സ് മാറും. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷെയറൊക്കെ വാങ്ങുന്നു വിൽക്കുന്നുണ്ട്, എന്ത് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മളെ ഷെയർ വാങ്ങുന്നത്, പക്ഷേ കമ്പനി എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കും, പക്ഷേ അതിൻ്റെ ഓണേഴ്സ് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി ബിസിനസ് ഫോം ആകുമ്പോൾ അത് കൂടുതൽ കാലം നിലനിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി, ഒരു കമ്പനി ആകുമ്പോൾ എപ്പോഴും ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഇപ്പോൾ ഒരു ഓണർ കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു, എന്തെങ്കിലും കാരണം കൊണ്ട് കമ്പനി ഫെയിലായി, ഒരുപാട് സാമ്പത്തിക ബാധ്യത വന്നു കഴിഞ്ഞാൽ അവിടെ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അയാൾ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ എമൗണ്ട് മാത്രമേ അയാൾക്ക് നഷ്ടം വരുള്ളൂ. അതിൽ കൂടുതൽ നഷ്ടം ആ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് ആ ഓണേഴ്സിന് ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയാം. പിന്നെ കോമൺ സീല്, അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു കമ്പനി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ, മറ്റ് ഒഫീഷ്യൽ ലെറ്റർ ഇൻഫോം ചെയ്യാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എപ്പോഴും ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളെന്ത് ചെയ്യും, നോർമലി ഒരു എഗ്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്യും, അതിന് പകരമായിട്ട് കമ്പനീൻ്റെ കേസിൽ എന്ത് ചെയ്യും, ആ ഒരു സീല്, കമ്പനീൻ്റെ ഒഫീഷ്യൽ സീലാണ് കമ്പനീൻ്റെ സൈനായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി കമ്പനീൻ്റെ കുറച്ച് ടൈപ്പുകൾ നോക്കാം. കമ്പനി ടൈപ്പ് ഫസ്റ്റ് പ്രൈവറ്റ് കമ്പനീസ്. പ്രൈവറ്റ് കമ്പനീസിൽ മിനിമം 2 ആൾക്കാരുണ്ടായിരിക്കും, മാക്സിമം 200 ആൾക്കാർ വരെയാണ് ഉണ്ടാവുക. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, അതായത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഷെയർ ട്രാൻസ്ഫർ എന്നുള്ളത് പ്രൈവറ്റ് കമ്പനിയിൽ, അതായത് ചെറിയ കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. മാക്സിമം 200 മെമ്പേഴ്സ് വരെ ഉണ്ടാവുള്ളൂ. അവരെന്ത് ചെയ്യും, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ഫോമാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അപ്പോൾ എന്ത് ചെയ്യും, അവരെ ട്രാൻസ്ഫർ നോർമലി എന്ത് ചെയ്യും, പ്രൈവറ്റ് കമ്പനീസിൽ നോർമലി ഷെയർ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് ലിമിറ്റഡ് ആയിരിക്കും. അതായത് ഒരാളെ ഷെയർ മറ്റൊരാൾക്ക് വെക്കുക എന്നുള്ളത് എന്ത് ചെയ്യും, വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഇനി പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഹൈ ലെവലിൽ, ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന വലിയ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ പബ്ലിക് കമ്പനീസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മിനിമം 7 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, മാക്സിമം അൺലിമിറ്റഡ് ആണ്. എത്ര ഓണേഴ്സ് വരെയും ആവാം. പബ്ലിക് കമ്പനിയിൽ എത്ര ഓണേഴ്സ് വരെയും ആവാം. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്,
ഷെയർ ട്രാൻസ്ഫർ എന്നുള്ളത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു കമ്പനീൻ്റെ ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് ആ ഷെയർ വേണമെങ്കിൽ വിൽക്കാം, ഇനി എനിക്ക് കൂടുതൽ ഷെയർ വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ എന്ത് ചെയ്യും, പബ്ലിക് ലിമിറ്റഡ് കമ്പനീൻ്റെ കേസിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് ഒരു ലിമിറ്റേഷനും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എത്രയും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യും, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയർ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ മേടിക്കാം. ഇതിനാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന, ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്ന ഒരുവിധം നമ്മൾ കമ്പനീസ് എന്ന് പറയുന്ന ലിസ്റ്റഡ് കമ്പനീസൊക്കെ എന്ത് ചെയ്യും, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്നാണ്, അല്ലെങ്കിൽ പബ്ലിക് കമ്പനീസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമായിട്ട് ഒരു കമ്പനി ഫോർമേറ്റ് ചെയ്യുക, ഒരാൾ ഓണർഷിപ്പിൽ മാത്രമായിട്ടും കമ്പനി ഫോർമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതായത് അയാൾ തീരുമാനിച്ചാൽ മാത്രമേ അവിടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയാം. ഇനി എന്ത് ചെയ്യും, സ്മോൾ കമ്പനീസ്. ഇനി ചെറിയ കമ്പനി, സ്മോൾ കമ്പനീസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് ഇവിടുത്തെ ടോട്ടൽ ക്യാപിറ്റൽ 50 ലക്ഷം അല്ലെങ്കിൽ അതിൽ കുറവാണ് അതിൻ്റെ മൂലധനമെങ്കിൽ, പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ടേൺ ഓവർ, അതായത് സെയിൽസ് 2 കോടിക്ക് താഴെയാണെങ്കിൽ എന്ത് ചെയ്യും, അതുപോലത്തെ കമ്പനീസിനാണ് സ്മോൾ കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് ചെറിയ കമ്പനീസ് എന്നുള്ള അർത്ഥത്തിൽ ടോട്ടൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ 50 ലക്ഷമോ അല്ലെങ്കിൽ അതിൽ കുറവോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ടേൺ ഓവർ, നമ്മളെ സെയിൽസ് 2 കോടിയിലോ അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ അതുപോലെ ഈ കമ്പനീസിനാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. അതായത് സ്കെയിലിൻ്റെ ബേസിൽ ചെറിയ കമ്പനി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു ഫോമാണ് ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ നോർമലി ഇത് പബ്ലിക് കമ്പനി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി തന്നെ ആയിരിക്കും. പക്ഷേ അവിടുത്തെ ടോട്ടൽ ഷെയർസിൻ്റെ 51% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഷെയർ ഓൺ ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഈ 51%ൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? 51% എന്ന് പറഞ്ഞാൽ അവിടെ മെജോറിറ്റി ഷെയർസും ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഒരു കമ്പനിയിൽ ഒരാൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ആരെങ്കിലും ആയിക്കോട്ടെ 51 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പെർസെൻറ്റേജ് ഷെയർ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കായിരിക്കും അവിടെ കീ കൺട്രോൾ ഉണ്ടാവുക. കാരണം ബോർഡ് മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത് ആ ഒരു 51% ഹെൽഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ബോർഡ് മീറ്റിങ്ങിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് എപ്പോഴും പ്രയോറിറ്റി ഉണ്ടാവും. കാരണം എപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ ബേസിലാണ് ഈ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ 51% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ പ്രോപ്പർ കൺട്രോൾ ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കും. ഈ ഒരു ഗവൺമെൻറ് കമ്പനീസിൻ്റെ കേസിൽ. ഇനി അടുത്തൊരു ഫോം നോക്കാം, അതാണ് കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. അതായത് നമ്മളെ മിൽമ, അല്ലെങ്കിൽ നമ്മൾ ഈ പാല് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ മറ്റ് സഹകരണ സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവരൊരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. അതായത് ഇതാണ് അവരുടെ മോട്ടീവ്. അല്ലാതെ ആ ഒരു ബിസിനസ്സിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ അവരൊരു ഒബ്ജക്റ്റീവ് എന്നുള്ളത്. എന്ത് ചെയ്യും, പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാൻ പറ്റും, ചില ഏരിയയിലൊക്കെ കർഷകരൊന്നായിട്ട് എന്ത് ചെയ്യും, അവരുടെ കാർഷിക വിളകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് വിൽക്കുന്നത് കാണാൻ പറ്റും. അതൊക്കെ എന്തൊരു കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനാണ്. അതായത് ആ വിൽക്കുന്നതിൽ നിന്ന് അവർക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതിൽ അംഗങ്ങളായിട്ടുള്ള കർഷകർക്ക് എന്ത് ചെയ്യും, അവരെ കാർഷിക വിളകൾ ഒരു ന്യായമായ വിലക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റണം എന്നുള്ളൊരു ഒബ്ജക്റ്റീവിന്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലാണ് എന്ത് ചെയ്യും ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷന് ഫോം ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഒന്ന് വളണ്ടറി അസോസിയേഷനാണ്. അതായത് കോപ്പറേറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ വളണ്ടറി അസോസിയേഷനാണ്. അതായത് ഒരാൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതിന് ലീവ് ചെയ്യാം, വിടാം. പിന്നെ ഡെമോക്രാറ്റിക് കൺട്രോളാണ്. അതായത് ആ ഒരു സഹകരണ സംഘം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് അതെന്ത് ചെയ്യും, അത് അവിടെ ഡെമോക്രാറ്റിക് കൺട്രോളാണ്. ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അവരെ വോട്ടിനനുസരിച്ച് എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനാണ് എപ്പോഴും വാല്യൂ ഉണ്ടാവുക. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ബിസിനസ്സിൽ തന്നെ എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ ഒരാൾ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരാൾ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ കൂടെ അവിടെ ഡെമോക്രാറ്റിക് കൺട്രോളാണ്. അതായത് ഓരോ ആൾക്കൊരു വോട്ടാണ്. അയാൾ എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്താലും, അയാൾ ഇനി ഏത് ലെവലിലുള്ള മെമ്പർ ആണെങ്കിലും ഒരാൾക്കൊരു വോട്ട് എന്നുള്ളതാണ്. അതായത് എപ്പോഴും അവിടെ ഭൂരിപക്ഷത്തിനായിരിക്കും തീരുമാനങ്ങൾക്ക് അവകാശങ്ങൾ ഉണ്ടാവുക. പിന്നെ സർവീസ് മോട്ടീവാണ്. അതായത് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത്, കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ
പ്രോഫിറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഈ ഒരു ഫോം ഓഫ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്. പിന്നെ ലിമിറ്റഡ് ഡിവിഡൻഡ്, അതായത് ഈ ഒരു ഫോമിൽ എന്ത് ചെയ്യും, നോർമലി ഡിവിഡൻഡ് കൊടുക്കൽ വളരെ കുറവായിരിക്കും. ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന അത്രത്തോളം ഡിവിഡൻഡ് കിട്ടിക്കോളുന്നില്ല. എന്ത് പ്രോഫിറ്റ് ഷെയർ ചെയ്യും, പക്ഷേ ലിമിറ്റഡ് ഡിവിഡൻഡ് ആയിരിക്കും. ഇതെന്തെങ്കിലും ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്, എന്താ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. അതായത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രദേശത്തെ ആളുകൾ എന്ത് ചെയ്യും, അവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവരെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് ബൾക്കായിട്ട് എവിടെയെങ്കിലും വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ആ മെമ്പേഴ്സിന് കുറഞ്ഞ പ്രൈസിന് വിൽക്കാൻ ശ്രമിക്കും. ഇതിനാണ് കൺസ്യൂമർ എന്ന് പറയാം. പിന്നെ പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ്സ്, അതായത് എന്ത് ചെയ്യും, അത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഈ മിൽമയിലൊക്കെ എന്ത് ചെയ്യും, നമ്മളെ കർഷകർക്ക് കാലിത്തീറ്റ കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ ആണത്. അപ്പോൾ എന്ത് ചെയ്യും, അവരത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ മെമ്പേഴ്സിന് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക. അതാണ് പ്രൊഡ്യൂസർ കോർപ്പറേറ്റീവ്. പിന്നെ എന്താ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചില ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കർഷകർ കുറേ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർ എന്ത് ചെയ്യും, അവരൊന്നായിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സെറ്റപ്പ് ചെയ്തുകൊണ്ട് അവർ കാർഷിക വിളകൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ വിൽക്കുന്നൊരു പ്രോസസ്സ്. അതിനാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്. പിന്നെ ഹൗസിംഗ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഹൗസൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവരെല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിക്കൊണ്ട് അവരെന്ത് ചെയ്യും, ബൾക്കായിട്ട് അവർ ബിൽഡ് ചെയ്യും. അതിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ബൾക്കായിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ ഒരു വീട് ഉണ്ടാക്കാണ്ട് അല്ലെങ്കിൽ ടോട്ടൽ എല്ലാ മെമ്പേഴ്സിനും കൂടെ 50 വീട് ഉണ്ടാക്കാണ്ട്. അപ്പോൾ ആ 50 വീട് ഉണ്ടാക്കാനുള്ള കേസിൽ എന്ത് ചെയ്യും, നമുക്കൊന്നും കൂടെ ചീപ്പായിട്ട് ആ വീട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഹൗസിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി യൂസ് ചെയ്യുന്നതിനാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സമ്മറി നോക്കാം. അതായത് സോൾസ് പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്നേഴ്സ്, ഇതിനൊക്കെ എന്ത് ചെയ്യും, അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ്. എന്നാൽ കമ്പനീൻ്റെ കേസിൽ ഒരു കമ്പനി ഫോം ഓഫ് ബിസിനസ്സിൽ എന്ത് ചെയ്യും, അവിടെ ലിമിറ്റഡ് ലാബിലിറ്റിയാണ് ഉള്ളത്. അതായത് എന്താണ് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ബാധ്യത വന്നു കഴിഞ്ഞാൽ ഓണേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കൂടെ ആ ബിസിനസ്സിൽ അവർ നഷ്ടം നികത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയാം. എന്നാൽ ലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് നഷ്ടം വന്നു കഴിഞ്ഞാൽ മാക്സിമം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മാത്രമേ പോവുള്ളൂ. ആ ഒരു കേസിനാണ് ലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയാം. പിന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അതായത് ഒരാൾ തന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരാൾ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. 1 പേഴ്സൺ കമ്പനി, അതെന്താണ്, സെയിം തന്നെയാണ്. അതായത് ഒരാൾ മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ 1 പേഴ്സൺ കമ്പനി ഫോമിലാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ എന്ത് ചെയ്യും, ലിമിറ്റഡ് ലാബിലിറ്റി ഉണ്ടാവും. പക്ഷേ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ അൺലിമിറ്റഡ് ലാബിലിറ്റി ഉണ്ടാവുക. പിന്നെ പാർട്ട്ണർഷിപ്പിൽ മെമ്പേഴ്സിന് ലിമിറ്റ് ഉണ്ട് 2/50, പ്രൈവറ്റ് കമ്പനിയിൽ 2/50, പബ്ലിക് കമ്പനിയിൽ 7 മെമ്പേഴ്സ് മിനിമം വേണം, പക്ഷേ അൺലിമിറ്റഡ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മിനിമം 10 മെമ്പേഴ്സ് വേണം, അൺലിമിറ്റഡ് മെമ്പേഴ്സാണ്. പിന്നെന്താണ് ഒരു കമ്പനി എന്താണെന്നുള്ളത് പറഞ്ഞു. കമ്പനി പറയുമ്പോൾ ഒരു ഓണർ സെപ്പറേറ്റ് ആണ്, ഒരു കമ്പനി എന്നുള്ളത് സെപ്പറേറ്റ് ആണ്. ഒരു കമ്പനി എന്നുള്ളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്തെയും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഉള്ളൊരു ബിസിനസ് മോഡലാണ്. അതിലെന്തെങ്കിലും കർത്ത എന്നുള്ളൊരു പേഴ്സൺ ഉണ്ടാവും. എന്തായാലും അയാളാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പർ. ആ ബിസിനസ് മാനേജ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ കർത്ത എന്ന് പറയാം. അയാളെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും, എന്നാൽ മറ്റ് മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.